ഉറക്കം മരണമാണ്, ഉറക്കം മരണമാണ്. ഉറങ്ങാൻ കിടന്ന വാപ്പ എഴുന്നേറ്റില്ലല്ലോ, ഉമ്മ എഴുന്നേറ്റില്ലല്ലോ, ഭർത്താവ് എഴുന്നേറ്റില്ലല്ലോ. അതുകൊണ്ട് ഉറക്കം മരണമാണ്. ഒതുവോടുകൂടി വേണം കിടക്കാൻ. മരിച്ചാലും ഒതുവോടുകൂടി വേണം മരിക്കാൻ. ഒതുവോടുകൂടി മരിച്ചാ ആര് വരുമെന്നറിയുമോ? ആര് വരുമെന്നറിയുമോ ബാപ്പാ? ഒരാള് മരിക്കുന്നത് ഒന്നുകൂടിയാണെങ്കിൽ അവനെ കാണാ VIP വരികയാണ്. അസ്റായിൽ മാത്രമല്ല, ഖാബിദുൽ അർവാഹ് അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളുമല്ല, ഒന്നുകൂടിയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ ആര് വരുമെന്നറിയുമോ? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കുമ്പോ കടന്നു വരികയാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുമ്പോ പടച്ചവരെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ സാന്നിധ്യം അവിടെ വരികയാണ്. നബി തങ്ങളുടെ റൂഹ് പിടിക്കാൻ അസ്റായിൽ വന്നപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീൽ എവിടെ? അസ്റായിലേ, ജിബ്രീൽ എവിടെ? ജിബ്രീലിനെ കാണണം അസ്റായിൽ, വിളിച്ചു കൊണ്ടുവരാ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു എന്ന ചരിത്രം പറയുമ്പോ ഒതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ വരും ചെറുപ്പക്കാരാ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവായ VIP ആയ മലക്കുണ്ടല്ലോ, നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് കടന്നു വരികയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. മുറിയട്ടെ മുറിയാതിരിക്കട്ടെ അതൊന്നും ഒരു വിഷയമല്ലടോ. ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒന്നുവെടുത്തിട്ട് വേണം കിടക്കാൻ. ദിക്റുകൾ പറഞ്ഞുകൊണ്ട് വേണം കിടക്കാ. കാരണം ഉറക്കം മരണമാണ്. നിന്റെ അവസാനത്തെ വാക്കാണ് പരിഗണിക്കുന്നത്, അവസാനം ചെയ്തതാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് ഫോൺ നെഞ്ചത്ത് വെച്ച് കിടന്നുറങ്ങുമ്പോ ഉമ്മ ചെന്നിട്ടാണ് മൊബൈൽ എടുത്തു മാറ്റുന്നത്, വാപ്പ ചെന്നിട്ടാണ് എടുത്തു മാറ്റുന്നത്. ആ ദുസ്വഭാവം മാറ്റണം ചെറുപ്പക്കാരാ. മോനെ, ഒന്നുകൂടി വേണം മരിക്കാൻ. അതുകൊണ്ട് സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാണ്, ഇനി മുതൽ ഉതുവെടുക്കുന്ന സമയം സമാധാനത്തോടെ ക്ഷമയോടുകൂടി ഉതുവെടുക്ക്. കൈകാലുകൾ നല്ലതുപോലെ കഴുകു, ഉദുവിന്റെ അവയവങ്ങൾ കയറ്റിക്കെടുകു. കാരണം ഒരിക്കലും നിനക്കത് നഷ്ടമല്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടികടകൂലത്തില് പന്നികടകൂലത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹുദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ പ്രകാശിക്കുന്ന മുഖവുമായി കടന്നു വരികയാണ്. പടച്ചവനെ, ഉളൂവിന്റെ അവയവങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഉമ്മത്തിനെ തിരിച്ചറിയുന്നതെന്ന് നബി തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, സഹോദരാ, ശുദ്ധിയായി നടക്കൂ, ഉളവോടുകൂടി നടക്കൂ, ശുദ്ധിയായി നടക്കൂ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ഉളവോടുകൂടി മരിക്കാ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൺകുളിർമയോട് കണ്ടിട്ടു.